ഡോക്ടർ കെ പി യോഹന്നാൻ എന്ന പേരിലൂടെ മലയാളി സമൂഹങ്ങൾക്കേറെ സുപരിചിതനായ ബിലീവേഴ്സ് ചർച്ചിൻ്റെ പരമാധ്യക്ഷൻ ടെക്സാസിലെ ഒരു നടത്തത്തിനിടയിൽ മോർണിംഗ് വാക്കിനിടയിൽ അപ്രതീക്ഷിതമായിട്ടായ വാഹന അപകടത്തെ തുടർന്ന് ഡാലസിലെ മെത്തഡിസ്റ്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്ന വിവരം കഴിഞ്ഞ രാത്രി അറിയുകയും ഒരു പോസ്റ്റർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിടുകയും ചെയ്തു. ആദ്യം തന്നെ പറയട്ടെ, ഡോക്ടർ കെ പി യോഹന്നാൻ നമ്മുടെ എല്ലാം പ്രാർത്ഥനയും പരിഗണനയും അർഹിക്കുന്നു. ഞാൻ ആ പോസ്റ്റിൽ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ നെഗറ്റീവ് കമൻറ്റ് ഇടരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ, പക്ഷേ ഈ ഘട്ടത്തിൽ ഈ കെ പി യോഹന്നാൻ്റെ ദൈവശാസ്ത്രത്തെയോ അദ്ദേഹം എന്ന മനുഷ്യൻ്റെ സവിശേഷതകളോ ഗുണദോഷങ്ങളോ വിചിന്തനം ചെയ്യാൻ ഈ പേജ് ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഈ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിലരത് വിമർശനമാക്കി ഡോക്ടർ കെ പിയെക്കുറിച്ച് വളരെ മോശപ്പെട്ട കമൻറ്റുകളും അവരുടെ ഗുണങ്ങളും ഒക്കെ എഴുതി ഒരു വാദപ്രതിവാദം അവിടെ തുടങ്ങി. എന്തിനാണ് നമ്മുടെ സമൂഹം ഏതൊരു കാര്യത്തിലും ഇത്ര അഗ്രസീവായി പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡോക്ടർ കെ പിയുടെ പല പ്രവണതകളെ വിമർശിച്ചിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം, ഞാൻ ക്രൈസ്തവ മാധ്യമ പ്രവർത്തന രംഗത്തേക്ക് വരുന്ന ഘട്ടത്തിൽ ആദ്യകാലങ്ങളിൽ എഴുതിയ ലേഖനങ്ങളിലൊന്ന് ഈ മനുഷ്യന് എന്തു പറ്റി എന്ന കെഡിങ്ങിലായിരുന്നു. അതിൽ ഡോക്ടർ കെ പിയുടെ ഈ ദൈവശാസ്ത്രപരമായ മലക്കമറിച്ചിലുകളെ വളരെ കൃത്യതയോടെ വിമർശന വിധേയമാക്കി. ഇന്നുവരെയും ഞാൻ ഡോക്ടർ കെ പിയുടെ ഏതെങ്കിലും തരത്തിലെ ദൈവശാസ്ത്ര ചിന്തകളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ നിലപാടുകളോട് ഒന്നിലും പൊരുത്തപ്പെട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ സഭ എ കെ ആന്റണിയുടെ മകൻ ശ്രീ അനിൽ ആന്റണിയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്ന ഇടപാടുകൾ വരെ ഞാൻ വിമർശന വിധേയമാക്കി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ, ഒരാളുടെ ആശയത്തോട് എതിർക്കുന്നതും വ്യക്തിയോട് എതിർക്കുന്നതും രണ്ട് കാര്യമാണ്. നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകാത്ത ചില വിഷയങ്ങളുണ്ട്. നമ്മുടെ ക്രൈസ്തവർ മാത്രമല്ല, പൊതുലോകത്തിൻ്റെ ഒരു പ്രധാന വിഷയമാണ് ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബും മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറും ഉമ്മൻചാണ്ടി സാറും എല്ലാം കൂടെ ചേർന്ന്, റിയാസൊക്കെ ഉണ്ട്, അതുപോലെ പല പ്രമുഖരുണ്ട്, ഇവരെല്ലാം ചേർന്നിരുന്ന് ഊണ് കഴിക്കുന്ന ഒരു ചിത്രം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ഇവരെല്ലാം കാണുമ്പോൾ ഇങ്ങനെയാണ്, ആനകൾ തെരുവിൽ തമ്മിൽ തല്ലി ചാവും, ഇവർ തമ്മിൽ ഭയങ്കര അന്തർധാരയാണ്. ഇത് ഒരു അന്തർധാരയില്ല, ഇവരൊന്നും തമ്മിൽ പിണക്കവുമില്ല. ശ്രീധരൻപിള്ള സാറും ഉണ്ട് ആ പരിപാടിയിൽ, പിന്നെ സുരേന്ദ്രനുണ്ട്, ബി ജെ പിയുടെ സുരേന്ദ്രൻജി, ഇവരെല്ലാം ഉണ്ട്. നിങ്ങളെങ്ങനെയാണ് മനുഷ്യത്വത്തെ കുറിച്ച് വിചിന്തനം ചെയ്യുന്നത്? ഇപ്പോൾ ഞാൻ ഇന്ത്യയിലേറെ എതിർക്കുന്ന രാഷ്ട്രീയ കക്ഷി ബി ജെ പിയാണ്. ഏറ്റവും വെറുക്കുന്ന രാഷ്ട്രീയ ബോധം RSSൻ്റെതാണ്. തൊട്ട് താഴെയുള്ളൂ ഈ ജിഹാദികളോടുള്ള നമ്മുടെ വിയോജിപ്പ്, തൊട്ടടുത്തുണ്ട്. അത് ജിഹാദികളോടാണ്, ഈ വ്യക്തികളോടല്ല. പക്ഷെ ഇവരിലൊരു വ്യക്തി നിങ്ങളുടെ യാത്ര മധ്യേ കണ്ടുമുട്ടി, നിങ്ങൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? എന്നെ ഏറ്റവും അധികം വിമർശിച്ചിട്ടുള്ള ആളാണ് ശ്രീ MC അബ്ദുൽ നാസർ. ഞാനും ഈ ക്ലബ് ഹൗസുകളിൽ സ്ഥിരം ചർച്ചയിൽ വരുന്ന ബോണ്ട് എന്നൊരു ചെറുപ്പക്കാരുണ്ട്. ഞങ്ങൾ ഒരുമിച്ചൊരു കൺവെൻഷൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് ബോണ്ട് പറഞ്ഞു, സാറേ ആ പോകുന്നത് MC അബ്ദുൽ നാസർ അല്ലേ, ഈ താടി നീട്ടി വളർത്തിയാളാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓണടിച്ച് എന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ചപ്പോൾ അദ്ദേഹം വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് ഇറങ്ങി വന്ന് കെട്ടിപ്പിടിച്ചു. ഈ മനുഷ്യനും ഞാനും കെട്ടിപ്പിടിക്കുക, അദ്ദേഹം ഒരു പിക്ചർ എടുക്കുകയും ചെയ്തു, സെൽഫി. ഇതിലെന്ത് പാവം? അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ എങ്ങനെ പെരുമാറണം, അല്ലെ അദ്ദേഹം എന്നോട് എങ്ങനെ പെരുമാറണം? ശ്രീ മുഹമ്മദ് ഈസയെ കാണുമ്പോൾ അല്ലെ അദ്ദേഹം എന്നെ കാണുമ്പോൾ ഞങ്ങൾ എങ്ങനെ പെരുമാറണം? എന്താ നിങ്ങൾ സമൂഹം ധരിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് പെരുമാറുന്നത്? അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഈ അനിൽ ആന്റണിയും അദ്ദേഹത്തെ എതിർക്കുന്ന തോമസ് ഐസക്കും ഒക്കെ കണ്ടാൽ എന്താ ചെയ്യണ്ടേ? അടി കൂടണോ? തെറി പറയണോ? പോടാന്ന് പറയണോ?
അതേ ഇരിക്കരുത് ഞാൻ ഇരിക്കലെന്ന് പറയണോ? അത്തരം എന്തെങ്കിലും നിരോധിച്ച മനുഷ്യരാണോ? രാജ്യം ഇരിക്കരുത് നിരോധിച്ച മനുഷ്യരല്ലാണോ? അപ്പോൾ മനുഷ്യത്വം വേറെ, ആശയപരമായ വിയോജിപ്പ് വേറെ. ഇതിനെ രണ്ടളവിൽ കണ്ട് പഠിക്കണം. എൻ്റെ വീട്ടിൽ മക്കളെ പഠിപ്പിക്കാറുണ്ട്. പപ്പ എതിർക്കുന്ന പലരും ഉണ്ട്. അവർ പലരും ചിലപ്പോൾ നാളെ ഇവിടെ വരും. നിങ്ങളുടെ ജോലി അവർക്ക് ചായ കൊടുക്കുക, അവരോട് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുക, ഇങ്ങനെയാണ്. എൻ്റെ മക്കൾക്കല്ലാതെ അറിയാം, വൈഫിനും അറിയാം. അങ്ങനെ ഇടപെടാനുള്ള ഒരു പരിജ്ഞാനം അവർക്കുണ്ട്. ഒരിക്കലും പക അവരോടില്ല. പക വെച്ചുകൊണ്ട് നിങ്ങളൊരു മനുഷ്യരോട് ഇടപെടുന്നത് വളരെ കുടിലമായ കുശാഗ്രമായ ഒരു ബോധമാണ്. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അയാളെ എതിർക്കാൻ പാടില്ലെന്നല്ല, നിശ്ചിതമായി വിമർശിക്കാം. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. ഞാൻ എൻ്റെ കമൻറ്റുകളിൽ എപ്പോഴും പറയാറുണ്ട്, എതിർവശത്തിരിക്കുന്നവരെ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നിങ്ങൾ വിമർശിക്കണം. പക്ഷേ ഈ വ്യക്തിയാക്രമണം വിട്ടേക്കണം. അങ്ങനെയാണ്. ഈ റീന അലക്സ് എന്ന് പറയുന്ന ഒരു സഹോദരി ജെറുസലേമിൽ നിന്നുണ്ട് എനിക്കെതിരെ ചില വീഡിയോകൾ പുറത്തുവിട്ടു. അതിൽ ഞാൻ മൃഗരതി നടത്തിയിട്ട് ആൾക്കാരെല്ലാം കൂടെ കല്ലെറിഞ്ഞെന്ന് ഒക്കെയുള്ള രീതിയാണ്. എൻ്റെ മക്കളൊക്കെ അത് കണ്ടു, ഇതുകൊണ്ട് കാണിച്ചു. ഞാൻ പറഞ്ഞത് വിട്ടേക്ക്, അതൊന്നും പ്രശ്നമല്ല. രണ്ടാമത്തെ കാര്യം, എൻ്റെ ഭാര്യയെപ്പറ്റി മകളെപ്പറ്റിയൊക്കെ വളരെ മ്ലേച്ഛമായ കമൻറ്റുകൾ അവരെ പറ്റിയൊക്കെ ഇട്ടു. ഞാനത് പുഞ്ചിരിയോടെ തള്ളി, ഒരു പ്രശ്നക്കാര്യത്തിലില്ല. ഇത്രേ ഉള്ളൂ. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കൊരു ദിവസം കിട്ടും, അത്രേ ഉള്ളൂ. അത്തരം പ്രശ്നമുള്ളൂ. അന്ന് അത്തരം വിഷയങ്ങൾ നിങ്ങൾ കളവായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്നു. ഇത് യാഥാർത്ഥ്യമാണ് ഇവർ പറയുന്നെങ്കിൽ എനിക്ക് അത് കാര്യമുള്ള കാര്യമല്ലല്ലോ. ഈ കളവായി പറയുന്നെങ്കിൽ നിങ്ങളുടെ പ്രതിഫല സ്വർഗത്തിലുണ്ട്. ഇവരോടൊന്നും ആ ഭാഷയിൽ ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, പറഞ്ഞിട്ടുമില്ല. പിന്നെ മനുഷ്യൻ എന്നുള്ള നിലയിൽ നമ്മളൊക്കെ ചർച്ചകളിൽ ചിലപ്പോൾ എക്സ്ട്രീമാവും, വല്ലാത്ത വിധത്തിൽ സെലസായിട്ടൊക്കെ സംസാരിക്കും. എന്നാലും കഴിവതും നമ്മുടെ എതിർപക്ഷത്തുള്ള ആളുകളോട് മര്യാദയ്ക്ക് ഇടപെടാനായിട്ട് പഠിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. എന്നെപ്പറ്റി ഒരു മനുഷ്യൻ വളരെ മോശമായ വിധത്തിൽ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ എഴുതി. ഈ പത്രത്തിൽ എഴുതിയ മനുഷ്യൻ 2 ദിവസം മുതൽ ആക്സിഡൻറ്റിൽപ്പെട്ട് റാന്നി മേനാന്തോട്ട ഹോസ്പിറ്റലിൽ കൈകാലുകളിലെല്ലാം ഇതിട്ട് കിടക്കുകയാണ്. ഈ ബാൻഡേജ് കുത്തി കിടക്കുകയാണ്, ഇട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാനതറിയും, എന്നെക്കുറിച്ചൊക്കെ എഴുതിക്കൊണ്ട് അങ്ങനെ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാൻ പാടില്ല. ദൈവം പാട് എന്നെക്കാൾ നല്ല അദ്ദേഹമായിരിക്കാം. ഞാനദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹം വളരെ ക്ഷമാപണമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വേറൊന്നും, നിങ്ങളത് നാളെയും ചെയ്യണം, അത് വേറൊന്നും. അതിന് ഞാൻ മറുപടിയും പറയാറില്ല. വ്യക്തിപരമായി നടത്തുന്ന ആക്രമണങ്ങൾക്ക്, ഇനി ആരോപണമാണെങ്കിൽ ആരോപണത്തെ കുറേ പേർ വിശ്വസിക്കാനുണ്ടെങ്കിൽ, തെറ്റിദ്ധരിപ്പിക്കുന്നുവെങ്കിൽ നമുക്കൊരു മറുപടി പറയാം. ഉദാഹരണം, നിങ്ങളുടെ പേരിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് ആരോപിക്കും. ഇത് ആരെ ആരോപിക്കണമെന്നറിയോ? സാമ്പത്തിക തട്ടിപ്പ് നിങ്ങൾ നടത്തിയെന്ന അനുഭവസ്ഥൻ. നിങ്ങളുടെ പേരിൽ ഒരാളൊരു മോശപ്പെട്ട കേസ് പറയും, നിങ്ങളുടെ വിക്റ്റിമാണ് അപ്പുറത്ത് ആക്ഷേപമായിട്ട് വരേണ്ടത്. അപ്പോൾ ആ കേസ് പ്രബലമാണ്. തേർഡ് പാർട്ടിക്ക് അതിനകത്ത് കാര്യമൊന്നുമില്ല. അവിടെയാണ് കാര്യം കിടക്കുന്നത്. ഇവിടെ ഡോക്ടർ കെ പിക്കുണ്ടായ ഈ ആക്സിഡൻറ്റിനെ പറ്റി ചില വ്യാഖ്യാനങ്ങൾക്കാണ്. ആ വ്യാഖ്യാനങ്ങളിലൊന്ന്, ഈ കെ പി ഇങ്ങനെയൊക്കെ മാറിയതുകൊണ്ട് കിട്ടിയ ശാപമാണ്, ശിക്ഷയാണ്. ഇതൊക്കെ പറയാൻ നമ്മളാരാണ്? അത് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഇപ്പം നമ്മളെ വിശ്വാസ വീക്ഷണം വിട്ട് ഒരാൾ പോയി, അയാളെ അതുകൊണ്ടങ്ങ് ശിക്ഷിച്ച് ഈ രൂപത്തിലാക്കി എന്ന് പറഞ്ഞാൽ ബാക്കി വണ്ടി ആക്സിഡൻറ്റിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? വേറെ ആക്സിഡൻറ്റുകളില്ലേ? കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉള്ളൊരു പാസ്റ്റർ, 54 വയസ്സുള്ളൊരു മനുഷ്യൻ, അദ്ദേഹം വളരെ പെട്ടെന്ന് ആക്സിഡൻറ്റിൽ മരിച്ചു. 2 മാസന്മാർ ബൈക്കിൽ പോവുക, കറിക്കാട്ടൂർ എന്ന സ്ഥലത്ത് വെച്ച് ഇവരുടെ ബൈക്കിനെ കാറിടിച്ച് 2 പേരും താഴെ വീണു. അതിലൊരാൾ മരിച്ചുപോയി. കഴിഞ്ഞ ദിവസം അതിൻ്റെ ശവസംസ്കാരമാണ്. ഇദ്ദേഹം സഭയൊന്നും മാറിയിട്ടില്ലല്ലോ, തെറ്റായ ദൈവശാസ്ത്രത്തിൻ്റെ വഴികളിലൊന്നും പോയിട്ടില്ലല്ലോ. അദ്ദേഹം മരിക്കുകയാണ് ചെയ്തത്. എങ്ങനെ ഞങ്ങൾ കാണുന്നത്? അത് കർത്താവ് തന്നെ പഠിപ്പിച്ചു ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ. അവിടെ എന്താ പറഞ്ഞത്? ഈ അല്ലല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് പറയുന്നൊരു വാക്യമുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കിടക്കുന്ന കാര്യം, ഈ സംഘടിതമായി സംഭവിക്കുന്ന അപ്രതീക്ഷിതമായി സംഭവിക്കാവുന്ന കാര്യമൊക്കെ ഉണ്ട്. സംഘടിതമായി സംഭവിക്കാവുന്നൊരു കാര്യം, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ചില കൂടി നമ്മളെ ആക്രമിക്കാൻ പദ്ധതിയുണ്ട്. അപ്പോൾ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നതോ അല്ലെങ്കിൽ ആക്സിഡൻ്റലി മറ്റൊരു സംഭവം ഉണ്ടാവും. ഇത് നിങ്ങളുടെ തെറ്റുകൊണ്ടാണ് എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കുമ്പോൾ അത് എങ്ങനെയാണ് വസ്തുതാപരമായി മാറുന്നത്?
അപ്പോൾ യേശു എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ഈ പീലാത്തോസ് എന്ന മനുഷ്യൻ ഗലീലിയക്കാരുടെ രക്തം യാഗവസ്തുക്കളോട് കലർത്തി ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. കുറേ മനുഷ്യർ മരിച്ചു. ഈ മരിച്ചവരെല്ലാം അധമ പാപികളാണ് നിങ്ങൾ ധരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് പറയാണ്, മാനസാന്തരപ്പെട്ടില്ലേ, നിങ്ങളെല്ലാം അങ്ങനെ നശിച്ചു. കേൾവിക്കാരനോട് പറയാ, അപ്പോസ്തലന്മാരോട് പറയാ. ഒരു കാലത്ത് അവർ അപ്പോസ്തലന്മാരാണല്ലോ. ഇത് കർത്താവ് വ്യാഖ്യാനിച്ചോട്ടെ, അവിടെ നിന്നാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മളിവിടെ നിന്നുകൊണ്ട് ഡോക്ടർ KPക്ക് സംഭവിച്ച ഒരു അപകടത്തെ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സംഭവിക്കുന്ന ഒരു പ്രശ്നത്തെ ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കിട്ടുന്ന നിങ്ങളുടെ അധികാരം എന്താ, അല്ലെ എൻ്റെ അധികാരം എന്താ? അത് ദൈവികമാകാം, എന്തുമാകട്ടെ, നമുക്കത് വിടാം. നമുക്കത് വ്യാഖ്യാനിക്കാൻ അവകാശമില്ല. അറിയില്ല നമുക്കത് വ്യാഖ്യാനിക്കാം. അങ്ങനെയെങ്കിൽ നിഷ്കളങ്കരായ കൂടെ മനുഷ്യരുടെ കഥയും പറയേണ്ടി വരും. ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടവർ. വയനാട്ടിൽ അസംബ്ലി സ്കൂളിലെ വിദ്യാഭ്യാസം ഉണ്ടാകും. അദ്ദേഹം ഭാര്യയും പോകുന്ന വഴിക്ക് ഒരു ആക്സിഡന്റിൽ, ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചു. അവിടേക്ക് മറ്റൊരു വികാസം സ്ഥലം മാറി വന്നു. അദ്ദേഹത്തിൻ്റെ കുറേ നാൾ കഴിഞ്ഞ് തൊട്ടടുത്ത് വെച്ച് ഈ ദിവാസനം ഭാര്യയും പോകുന്നിടത്ത് വെച്ചും ആക്സിഡന്റിൽ അദ്ദേഹം മരിച്ചു. രണ്ടാമത്തെ പ്രാവശ്യം മരിച്ചു. ഞാൻ ചില നാൾക്കപ്പുറത്ത് ഈ നിലമ്പൂർ ചെല്ലുമ്പോൾ ആ കർത്തദാസിയെ കണ്ടു. വളരെ വേദനയോടെ അവർ ഈ സംഭവങ്ങൾ പറയാം. ഇനി സംഘടിതമായി നടക്കുന്ന ചില ആക്രമണമുണ്ട്. ഗ്രഹാം സ്റ്റേഴ്സും മക്കളും കൊല്ലപ്പെട്ടു. അത് കുറ്റം കൊണ്ടാണ്, പാപികളായതിൻ്റെ പേരിലാണ്. നമ്മൾ കാണാൻ പാടില്ല. അപ്പം ഇവിടെ ഡോക്ടർ KP എന്ന മനുഷ്യനെ ഇവിടെ വിലയിരുത്തേണ്ടത് മറ്റൊരു നിലയിൽ കൂടിയാണ്. എന്തിനാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഈ നമുക്ക് KPയുടെ ഒരു ഭൂതകാലമുണ്ട്, ഒരു മനോഹരമായ ഭൂതകാലം. ആരും സാക്ഷാൽ KP പോലും അസൂയോടെ നോക്കുന്നൊരു ഭൂതകാലം. ഇന്നിപ്പോൾ ഡോക്ടർ KPയോട് ചോദിക്കുക, താങ്കളുടെ ഭൂതകാലമാണോ നല്ലത്, ഇപ്പോൾ ഈ കാണുന്ന, ക്ഷമിക്കണം, ഈ കോമാളി വേഷമാണോ നല്ലതെന്ന് ചോദിച്ചാൽ KP പോലും ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറയും പഴയ കാലമാണ് നല്ലത്. എൻജോയ് ചെയ്യുന്നത് ആ പഴയ കാലമാണ്. അപ്പോൾ വിലയും നിലയും ഒക്കെ ആ പഴയ കാലത്താണ്. അപ്പോൾ ആ KPയോട് സാക്ഷാൽ KPക്ക് അസൂയ തോന്നും. ഇത് ശരി തന്നെയാണ്, വസ്തുതയാണ്. KPക്ക് സംഭവിച്ചതൊരു പതനമാണ്, ആക്സിഡൻ്റ് അല്ല കേട്ടോ. മറിച്ച് അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുവന്ന ഐഡിയോളജി ഒന്നും ഇവിടെ ക്ലച്ച് പിടിച്ചില്ല. എന്തെല്ലാം നിലയിൽ നോക്കിയാലും അത് വിജയിക്കില്ല എന്ന് ഞാൻ പണ്ടേ പറഞ്ഞതാണ്. ആ കാലത്തെ ലേഖനങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഡോക്ടർ KP എന്ന മനുഷ്യൻ്റെ ദൈവശാസ്ത്ര നിലപാട് ഗുരുതരമായ വീഴ്ചയാണ്, അപാകത തന്നെയാണ്. മറുവശത്ത് അദ്ദേഹം എന്ന മനുഷ്യൻ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നാൽ കഴിയും വിധം പ്രവർത്തിച്ച മനോഹരമായൊരു ഭൂതകാലമുണ്ട്. അധികം ക്രൈസ്തവ സാഹിത്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിച്ചൊരു ഭൂതകാലമുണ്ട്. പ്രഭാഷണങ്ങളിലൂടെ, ചിന്തകളിലൂടെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മനുഷ്യരെ പ്രൊമോട്ട് ചെയ്തയച്ച ഒരു ഭൂതകാലമുണ്ട്. ആ ഭൂതകാലത്തെ വന്ദനം ചെയ്തിരിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ചെയ്തി ശരിയാണെന്നുണ്ടോ? ഒട്ടും ശരിയല്ല. പക്ഷെ അത് വിമർശിക്കാൻ പറ്റിയ സന്ദർഭത്തിലൊന്നും നിങ്ങൾ വിമർശിച്ചില്ല. അന്ന് ഞങ്ങൾ ചെയ്തു കേട്ടോ. അത് എനിക്ക് എൻ്റെ ശരിയായ വാദയിലൂടെ ഞാനത് ചെയ്തു. 100 കണക്കിന് ലേഖനങ്ങളിലൂടെ ചെയ്തു. അന്ന് ലേഖനമാണ്. പക്ഷെ ഇന്നിപ്പോൾ അദ്ദേഹത്തെ വിമർശിക്കാൻ പറ്റിയ സമയമല്ല. ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ ആ കിട്ടിയ സന്ദർഭം ഉപയോഗിച്ചില്ല. വീണ് കിടക്കുന്ന ഒരുവനോട് നിങ്ങൾക്ക് തോന്നേണ്ട മനോഭാവം എന്താണ്? അത് സ്നേഹത്തിൻ്റെ, ആർദ്രതയുടെ, അനുകമ്പയുടെ ഒരു അനുഭവമാണ് നമുക്കുണ്ടാവേണ്ടത്. ആ മനോഭാവമാണ് ജനിക്കേണ്ടത്. നമ്മളിൽ ലീനമായി കിടക്കുന്ന അധമബോധത്തിൻ്റെ പ്രകാശനത്തിന് ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതിനാണ് ഞാൻ അങ്ങനെ ഒരു കമൻറ്റ് കുറിച്ചത്. ഏതായാലും ഡോക്ടർ KP എന്ന വ്യക്തിത്വത്തിൻ്റെ ദൈവശാസ്ത്ര ചിന്തകളോട് എല്ലാത്തരം വിയോജിപ്പും എക്കാലഘട്ടത്തിലും പുലർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പിൽക്കാലഘട്ടത്തിലെ നീക്കങ്ങളെല്ലാം തെറ്റും, യാതൊരു ശരിയുമില്ലാത്തത്, ആത്മാർത്ഥതയില്ലാത്തതുമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭൂതകാലത്ത് അഭിനന്ദനാർഹമായ ചിലത് കാണാനുണ്ടെന്നും വിശ്വസിക്കുന്ന ഒരു എളിയ മനുഷ്യൻ എന്ന നിലയിൽ ഇന്ന് അദ്ദേഹത്തിന് സംഭവിച്ച രോഗാവസ്ഥയും അദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് അത് ഏത് രൂപത്തിൽ സംഭവിച്ചതായിരുന്നാലും അദ്ദേഹത്തിന് സർവശക്തൻ
സൗഖ്യവും ആശ്വാസവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതകാലം കൂടുതൽ പുനർവിചിന്തനത്തിനും കർത്താവിനോട് കൂടുതൽ അടുക്കാൻ പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിനും ഒക്കെ വഴിയൊരുക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിനും കുടുംബത്തിനും നേരിട്ട ഈ അനർത്ഥത്തിൽ, അവർ നേരിടുന്ന ദുഃഖത്തിൽ എൻ്റെ എല്ലാത്തരം പ്രാർത്ഥനാ നിർഭരമായ ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഒപ്പം ഇത് കേട്ട നമ്മുടെ സുഹൃത്തുക്കളല്ല, ഒരു വാക്കിൽ ഡോക്ടർ കെ പിക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഗുണപരമായൊരു സേവനം നാളെ എന്നെങ്കിലും കിട്ടാൻ അവസരമുണ്ടെങ്കിൽ ആ അവസരം സംജാതമാകാൻ വേണ്ടി അത് യഥാർത്ഥ സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വഴിയാകേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്നുള്ള ആഹ്വാനത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.